നമസ്കാരം. ചില മനുഷ്യർ വ്യക്തമായ ഒരു ജീവിത രീതികളോ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുകളോ ഇല്ലാത്ത മനുഷ്യർ. സമൂഹത്തിൻ്റെ മുന്നിൽ അവർ ബഹുമാന്യരായിരിക്കും. ഉത്തമമായ വിവാഹം കഴിച്ചാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ദാമ്പത്യം വഹിക്കുന്നവരായിരിക്കും. നല്ല ഭർത്താവായിരിക്കും, നല്ല അച്ഛനായിരിക്കും, സമൂഹത്തിൽ മാന്യതയോടുകൂടി വളരെ മിതഭാഷയായി സംസാരിക്കുന്നവരായിരിക്കും, ചിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. ഇനി സാഹിത്യമായിട്ടൊക്കെ ബന്ധമുള്ളവരാണെങ്കിൽ വേറൊരു കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തലകുലുക്കുന്നവരായിരിക്കും. അത്തരത്തിൽ ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതാണ്, ആ ഭാര്യ എന്നെ കാണാൻ വന്നിരുന്നു. 2 മക്കൾക്ക് വിവാഹപ്രായമായി. അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അദ്ദേഹം എഴുത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ലോകപുരവുമൊക്കെ മൗനത്തിലൂടെയാണ്. ധാർമ്മികരോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലൂടെയാണ്. പല പേരിലും അദ്ദേഹം എഴുതും. ഈ അടുത്ത കാലത്ത് ഒരു ബാങ്കിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി, ഇന്നയാൾ സ്വാമിയായിട്ട് ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു ബന്ധം ഉണ്ടായിരുന്നു പണ്ടെപ്പോഴോ. അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. സ്നേഹമാണ് സ്നേഹം. എന്താണ് സ്നേഹം? സ്വന്തം ഭാര്യയോ മക്കളെയോ സ്നേഹിക്കാത്ത ചില മനുഷ്യർ ബാക്കിയുള്ള സ്ത്രീകളെ സ്നേഹമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. പിന്നെ പലരും പറയാൻ മടിക്കുന്ന ശരീരത്തിൻ്റെ വൈകൃതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം ഒരു മനോരോഗിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അതിനൊരു മറുപടി പറയാൻ കഴിയുക? ഭാര്യ നിശ്ചലയായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഭാര്യയോട് അദ്ദേഹം പറയുന്നു, നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ പോയി ജീവിക്കാം, വൈകുന്നേരം വീട്ടിൽ വരണമെന്നേ ഉള്ളൂ. ഒരു ഭാര്യ സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി, നമുക്ക് ബഹുമാനിക്കൊക്കെ തോന്നുന്ന ഒരാൾ, അയാൾ ഭാര്യയോട് പറയുന്നു, നീ ഓഫീസിൽ പോകണമെങ്കിൽ പൊക്കോളൂ, വൈകുന്നേരം തിരിച്ചു വന്നാൽ മതി, എനിക്ക് ശാരീരികമായിട്ട് നീയുമായിട്ടുള്ള ബന്ധത്തിനൊന്നും താല്പര്യമില്ല, നിനക്ക് വേണമെങ്കിൽ നിനക്കിഷ്ടമുള്ളവരുടെ കൂടെ പോയി ശയിക്കാം. നമ്മൾ ഏത് ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്? മക്കളുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. വലിയ സാഹിത്യകൃതികൾ രചിക്കും, സാഹിത്യപരമായിട്ടുള്ള വേദികളിൽ പങ്കെടുക്കും, ബുദ്ധിജീവിയായി നടിക്കും. അദ്ദേഹത്തിൻ്റെ നിശബ്ദയായ ഭാര്യ, അതുപോലുള്ള എത്രയോ നിശബ്ദരായ ഭാര്യമാരുടെ ദുഃഖങ്ങൾ നിറഞ്ഞ മുഖങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മളൊരു നോട്ടത്തിലൂടെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദൈവവിശ്വാസമൊന്നുമില്ല. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണം കിട്ടിയാൽ ദൈവം, പണമാണ് എല്ലാം. വളഞ്ഞ വഴികളിലൂടെ എവിടെയെങ്കിലും ഒരു ഇരിപ്പിടം കിട്ടിയാൽ അതും വളരെ വലുതാണ്. മറ്റുള്ളവരുടെ ചെറിയ കുറ്റങ്ങൾ പെരുപ്പിച്ച് കാണിക്കുക, അത് ഫേസ്ബുക്കിലൂടെ മറ്റൊരു കഥകളായിട്ട് എഴുതുക, പറയുക, തേജോവധം ചെയ്യുക. മനോരോഗിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സംതൃപ്തികൾ അങ്ങനെയൊക്കെയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ സന്തോഷകരമായ ഒരവസ്ഥ, ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പോലും കഴിയാത്ത, നല്ല കോമഡി കണ്ടാലും ഒന്ന് കക്ഷം പൊക്കി ഇക്കിളിയിട്ടാൽ പോലും ചിരിക്കാത്ത ഇത്തരം മനുഷ്യരെക്കുറിച്ച് എന്താണ് പറയുക? ഞാൻ പറഞ്ഞു, ഇതിന് പരിഹാരവുമില്ല, പൂജയുമില്ല. നിങ്ങളിത് സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു വിധിയാണ്. ഇതിന് പൂജ പരിഹാരങ്ങളില്ല. ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളും കാര്യങ്ങളുമൊക്കെ കാണും. സുന്ദരിയായ ഭാര്യയെ ഉൾക്കൊള്ളാത്ത, സുന്ദരിയായ ഭാര്യയോടൊപ്പം ശയിക്കാത്ത, സുന്ദരിയായ ഭാര്യ വസ്ത്രം ധരിക്കുമ്പോൾ, സാരി മനോഹരമായി ഉടുക്കുമ്പോൾ ആ സാരിയെക്കുറിച്ച് വർണ്ണിക്കാതെ, തനിക്ക് ആകർഷണത തോന്നുന്ന പെൺകുട്ടികളുടെ വാട്സപ്പിലേക്ക് നിൻ്റെ വസ്ത്രധാരണം നന്നായിരുന്നു, നീ പൊക്കിൾക്കൊടി കുറച്ചുകൂടി താഴേക്ക് മാറ്റിയാലും അത് മറച്ചില്ലെങ്കിലും ഒന്നും നിൻ്റെ സൗന്ദര്യത്തിന് കോട്ടം ഉണ്ടാകുന്നില്ല എന്നൊക്കെ എനിക്ക് വളരെ ആ മനുഷ്യരെക്കുറിച്ച് ഓർത്തപ്പോൾ വളരെ വിഷമം തോന്നി. സമൂഹം ആദരിക്കപ്പെടുന്ന ഒരു മനോരോഗി. നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആകർഷണം തോന്നുക, ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നുക, ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ്. എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഇതിനകത്തൊക്കെ തന്നെയുണ്ട്. എന്നോടൊക്കെ സ്വതന്ത്രമായി സംസാരിക്കുന്ന എത്രയോ പേരുണ്ട്. അതിലൊന്നും തെറ്റ് കാണേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, തെറ്റായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യങ്ങളുമില്ല. സ്വതന്ത്രമായി ഒരാളോട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള മനസ്സിൻ്റെ വൈകൃതങ്ങളുമായി ചിന്തിച്ച് ഗൗരവകരമായിട്ട് ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ നിശബ്ദ ജീവിയായി ജീവിക്കുന്ന ചില കപട ബുദ്ധിജീവികളുടെയൊക്കെ മനഃശാസ്ത്രം എനിക്ക് മനസ്സിലാകുന്നില്ല.
ഇവരുടെയൊക്കെ എഴുത്തുകളെക്കുറിച്ചും മനസ്സിലാകുന്നില്ല. വേറെ ഒരാളുണ്ട്, സമൂഹത്തിൽ അറിയപ്പെടുന്ന, അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു, സ്വാമി, അയാൾ സമൂഹം എന്തെല്ലാം മാന്യതയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, കൊടുത്തോട്ടെ. അദ്ദേഹം എല്ലാ വർഷവും പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി ശ്രമിക്കും. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരാൾ മകളുടെ ഒരു വിഷയം, മകളുടെ ദാമ്പത്യത്തിന് തകർച്ചയുണ്ടായപ്പോൾ ഒരു പരിഹാരം എന്നുമുണ്ട്. കാരണം സമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്ത്രീകളുടെ ഇല്ലെങ്കിൽ ദാമ്പത്യങ്ങൾക്ക് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ തൻ്റെ നമ്മളുടെ മകളുടെ ജീവിതത്തിൽ ഒന്ന് താളം തെറ്റിയപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറം തനിക്ക് ഉത്തമ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ മകളുടെ സ്വകാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, അവളുടെ ഭർത്താവല്ലാതെ മറ്റൊരു സുഹൃത്തുമായി ബന്ധമുണ്ടെന്നും ഭർത്താവ് നിശബ്ദനായി അവരുടെ വിവാഹ ജീവിതം ശയിക്കുകയാണെന്നും മകളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മകൾ, അമ്മ, യു മൈൻഡ് ഓൺ യുവർ ബിസിനസ്, അമ്മയുടെ ബിസിനസ് നോക്കിക്കോളൂ, ഇതെൻ്റെ ജീവിതം, എൻ്റെ ബിസിനസ്സാണ് എന്ന് പറഞ്ഞു. ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. അവരെന്നോടിത് പറയുന്നത്, സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കൂ, താങ്കൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണോ? ഞാൻ പറഞ്ഞു, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷേ ഇത്തരം കഥകൾ ധാരാളം കേൾക്കുന്നത് കൊണ്ട് ഒരു കേൾവിക്കാരനായി ഇരുന്ന് കൊടുക്കുകയും നമുക്ക് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. കാരണം മനസ്സ് രണ്ടാണ് അല്ലേ. ഒരാൾ ദാമ്പത്യത്തിൽ ഭാര്യയുമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാമ്പത്യത്തിലെ അവരുടെ പൊരുത്തക്കേടുകൾ, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജോലിക്കാരി ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുക, മേശപ്പുറത്ത് വയ്ക്കാം, അയാൾ വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ വീട്ടിൻ്റെ പുറകിലോ മുമ്പിലോ ഒക്കെ പട്ടിക്ക് കൊണ്ട് ചങ്ങലക്കിട്ട് വെച്ചിരുന്നാൽ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ നീ വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ആ വീട്ടിലൊരു നായുണ്ട്, 2 നായ്ക്കൾ ഉണ്ടാകും, നീ വേണമെങ്കിൽ കഴിച്ചോളൂ, നീ കഴിച്ചില്ലെങ്കിലും വിരോധമില്ല, നിനക്ക് ഭക്ഷണം തരിക എന്നുള്ളത് എൻ്റെ ധർമ്മമായതുകൊണ്ട് അതിൻ്റെ പാപം എനിക്ക് അനുഭവിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നിനക്ക് എൻ്റെ സഹായി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, നിൻ്റെ ഭക്ഷണം എന്താണെന്ന് എനിക്കറിയത്തില്ല, നിൻ്റെ ആഹാര രീതി എന്താണെന്ന് എനിക്കറിയത്തില്ല, നിൻ്റെ സന്തോഷങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉത്തമരായിട്ടുള്ള ദമ്പതിമാരാണ്, ഉത്തമമായ ദമ്പതികളാണ്, 2 ഭാര്യയും ഭർത്താവും. എൻ്റെ ഷീൽഡൊക്കെ കിട്ടും. അപകടം നടക്കുമ്പോൾ പരസ്പരം മിണ്ടത്തില്ല, ഇത് ചേർത്ത് പിടിക്കത്തില്ല, ഒന്ന് കരഞ്ഞാൽ കണ്ണീര് തുടച്ചു കൊടുക്കത്തില്ല, അവരുടെ വസ്ത്രത്തിൻ്റെ ബട്ടൺസ് ഒന്ന് മാറിക്കിടന്നാൽ അതൊന്ന് ശരിയാക്കി കൊടുക്കില്ല, പക്ഷെ ഉത്തമ ദമ്പതികളാണ്. അപ്പോൾ അങ്ങനെ ആ അമ്മ പോയിട്ട് ഇദ്ദേഹത്തിനെ കണ്ടു, മകളോട് ചോദിച്ചു. മകൾ അപ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിതം, എനിക്ക് ഒരു മകനുണ്ട്, അതെങ്ങനെ ഉണ്ടായിന്ന് എനിക്കറിയാൻ വയ്യ. അന്തരീക്ഷത്തിൽ കൂടെ സന്താനമൊന്നും ജനിക്കില്ലല്ലോ. ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളരുന്നു. അവൻ പടം വരയ്ക്കുന്നു, അവൻ നല്ലവണ്ണം പാടും, പടം വരയ്ക്കും. പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ 2 മുറികളിലാണ്, അവർ സംസാരിക്കത്തില്ല. അല്ല, നമ്മൾ ഈ ഓരോ വീടിൻ്റെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. പുറത്ത് ഉത്തമ ദാമ്പത്യം, അകത്ത് നിശബ്ദത, സംസാരിക്കില്ല, ഒരു ഗുഹയ്ക്കുള്ളിൽ കയറുന്ന പോലെയുള്ള ജീവിതങ്ങൾ. വിദ്യാഭ്യാസപരമായി നല്ല പുരോഗതി ഉണ്ടാകും, നല്ല സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും, വലിയ ഇരിപ്പിടങ്ങളുണ്ടാകും. ഒന്ന് ചിരിച്ചു പോയാൽ ജീവിതത്തിൻ്റെ എന്തോ ഉടഞ്ഞു പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നവർ. അപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവർ തമ്മിലുള്ള ദാമ്പത്യത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. അവൾക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്തുള്ളതായിട്ടൊരാൾ എന്നോട് പറഞ്ഞു. അയാൾ അവിവാഹിതനാണ്. അവൾക്ക് അയാളോടൊപ്പം ഈശ്വത്തും ലുലു മഹാളിലുമൊക്കെ അയാളോടൊപ്പം കണ്ടു എന്ന് പറയുന്നു. അവൾ എൻ്റെ മകനെയും കൊണ്ട് അയാളോടൊപ്പം യാത്ര ചെയ്യുന്നു. എൻ്റെ മരുമകൻ, അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്, വലിയ ശമ്പളക്കാരനാണ്. അപ്പോൾ അവനെ അതറിഞ്ഞാലുണ്ടാകുന്ന ദുഃഖം കൊണ്ട് ഈ അമ്മ പറഞ്ഞു, അത് മകളോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, യു മൈൻഡ് ഓൺ യുവർ ബിസിനസ് എന്ന് മകൾ പറഞ്ഞു എന്ന് ആ അമ്മ എന്നോട് പറഞ്ഞു. ജീവിതം ബിസിനസ്സാണോ? ആണോ? എനിക്കറിഞ്ഞൂടാ. ജീവിതം കച്ചവടമാണോ? അറിഞ്ഞൂടാ. ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് വളർത്തി ഉദ്യോഗം കിട്ടിക്കഴിയുമ്പോൾ അവൾക്ക് ഉത്തമമെന്ന് തോന്നുന്ന ഒരു വിവാഹം വരുമ്പോൾ ഇവിടുത്തെ ജ്യോതിഷ പണ്ഡിതന്മാർ പൊരുത്തങ്ങളൊക്കെ നോക്കി ഉത്തമം, മധ്യമം, അധമം, എന്നാലും കുഴപ്പമില്ല, വേണമെങ്കിൽ നടത്തിക്കോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, 2 പേരും ഒരുമിച്ച് ചാകത്തില്ല, ദശാസന്ധി പ്രശ്നങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ ഒരാളെ ചത്താൽ എനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല, എനിക്ക് അപ്പം കിട്ടുന്ന 500 രൂപ മതി എന്നൊക്കെ വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയി ഒരു പരിഹാരം ചെയ്തോളൂ എന്നൊക്കെ പറയുന്ന പല ജ്യോതിഷ വിദ്വാൻമാർ, നല്ല ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. ഈ വിവാഹം നടത്തരുത്, നടത്തിയാൽ ഈ പ്രശ്നമുണ്ടാകും.
അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ അവന് ഇതുപോലെ അവന് 10 വർഷം ജീവിച്ചാൽ മതി. ആ 12ാമത്തെ വർഷം അവൻ ചത്തുപോകും, പക്ഷെ നല്ല പെൻഷൻ കിട്ടും, വിധവാ പെൻഷൻ ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ആ സമയത്ത് മകളുണ്ടെങ്കിൽ മകളുടെ ജോലിയും കിട്ടും, അച്ഛൻ്റെ ജോലിയും കിട്ടും. അങ്ങനെയൊക്കെ കാഴ്ചപ്പാടോട് കല്യാണം കഴിക്കുന്നവരുമുണ്ട്. എന്തായാലും ഈ അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഈ ബഹുമാനപ്പെട്ട ആളിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം സാംസ്കാരിക മൂല്യങ്ങൾ അറിയപ്പെടുന്ന, സംസ്കാര സമ്പന്നനെന്ന് നമ്മൾ സമൂഹം വിശ്വസിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഒരു വലിയ മനുഷ്യൻ എല്ലാവരെയും സുഖിപ്പിച്ച് അവാർഡുകളൊക്കെ വാങ്ങാവുന്നതിൻ്റെ അത്ര വാങ്ങിക്കൂട്ടാൻ ശ്രമിച്ച് നടക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നവർ, ഇങ്ങനെ ഇത്തൽ കണ്ണികൾ പോലെ പിടിച്ചു നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്, സ്വന്തം മേൽവിലാസം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നവർ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ അമ്മ പോയി പറഞ്ഞു, എൻ്റെ മകൾക്ക് ഇങ്ങനെ അവളുടെ ദാമ്പത്യത്തിൽ താളപ്പിഴകളുണ്ട്, പ്രശ്നമുണ്ട്, അതുകൊണ്ട് എൻ്റെ മകളെ ഒന്ന് ഉപദേശിക്കണം. അതിനെന്താ, എനിക്കറിയാമല്ലോ, വരാൻ പറയൂ, ഞാൻ സംസാരിക്കാം. അങ്ങനെ ആവാൻ പാടില്ലല്ലോ, കഷ്ടമല്ലേ, ഇത് വളരെ കഷ്ടമല്ലേ. അമ്മ ചേച്ചി സമാധാനമായിട്ടിരിക്കൂ, ഞാനതിന് പരിഹാരം ഉണ്ടാക്കാൻ. അയ്യോ, അവളെ ഇത്ര മുതൽ ഞാൻ കാണുന്ന കുട്ടിയല്ലേ, അവളെ ഞാൻ പറഞ്ഞെല്ലാം ശരിയാക്കാം, ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് ഈ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. അമ്മ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, ഭഗവാനെ, ദൈവമായിട്ട് കൊണ്ടുവന്ന ആളാണ്, എൻ്റെ മകളുടെ ദാമ്പത്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ദൈവം കൊണ്ടുവന്ന ഈ ഒരു മനുഷ്യനിതാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, എല്ലാം ശരിയാവും. അമ്മ സമാധാനമായിട്ട് ഉറങ്ങി. അപ്പോൾ എന്നിട്ട് ഈ ഇദ്ദേഹത്തിന് ഈ സാംസ്കാരിക നായകനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് മരുമകനോട് ചോദിച്ചു, എൻ്റെ മകൾ ഉള്ള ദാമ്പത്യത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയുന്നു, അമ്മ അത് സത്യമാണോ? അദ്ദേഹം മൗനിയായി. മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കരുതിക്കോളൂ, ശരിയാണെന്നും കരുതാം, തെറ്റാണെന്നും കരുതാം. നിങ്ങളുടെ മകൾ, നിങ്ങളുടെ കൊച്ചുമകൾ, നിങ്ങളുണ്ടാക്കിയ സമ്പത്ത്, നിങ്ങളുണ്ടാക്കിയ മകൾ, നിങ്ങളെനിക്ക് വിവാഹം കഴിച്ചു തന്നു, ഞാൻ എന്നിൽ നിന്ന് അവൾക്കൊരു കുട്ടിയുണ്ടായി, ആ കുട്ടിക്ക് ഞാൻ ചെലവിട് കൊടുക്കുന്നു, അവൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നു, ഞാനും അവളും ചേർന്ന് ഉണ്ടാക്കിയ വീട്ടിൻ്റെ ഒരു മുറിയിൽ ആ നിശബ്ദതയിൽ ഞാൻ ജീവിക്കുന്നു. എനിക്ക് എൻ്റേതായ വഴി, അവൾക്ക് അവളുടേതായിട്ടുള്ള വഴി. ഞാൻ അവളോട് സംസാരിക്കാറില്ല. എന്തുകൊണ്ട്? സംസാരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. കാരണം എൻ്റെ വേവലെങ്തുമായിട്ട് അവൾ ശരിയാവില്ല. എന്ത് വേവലെങ്ത് ദാമ്പത്യത്തിൽ? ഒരടിയും വഴക്കും ഒരു ബഹളമൊക്കെ ഇല്ലാത്ത എന്ത് ദാമ്പത്യം? അതൊക്കെ സീരിയലല്ലേ ഉള്ളൂ. സീരിയലായാലും 2 ദിവസം കഴിഞ്ഞ് പ്രശ്നങ്ങളുണ്ടാവും. ഉത്തമ ദാമ്പത്യങ്ങളൊന്നുമില്ലല്ലോ. പണവും സൗഭാഗ്യങ്ങളും ഒക്കെ ഈശ്വരൻ വാരിക്കോരി കൊടുത്തപ്പോഴും ആ സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ യോഗമില്ലാതെ വരികയും മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും ഇല്ലാതെ വരുന്ന ദാമ്പത്യങ്ങൾ ഒരുപാട്. അങ്ങനെ എന്തായാലും ഈ അമ്മ മകളോട് പറഞ്ഞു, ഞാനിതാ ഇദ്ദേഹത്തെ കണ്ടു, നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘർഷങ്ങൾ അദ്ദേഹത്തോടൊന്ന് പങ്കുവയ്ക്കണം, അദ്ദേഹം നിൻ്റെ കാര്യത്തിൽ ഇടപെടും. മകൾ ചോദിക്കുക, എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടണം? എനിക്കങ്ങനെ സംഘർഷങ്ങളൊന്നുമില്ലല്ലോ. അല്ല, നീ ഭർത്താവുമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? ആ പ്രശ്നങ്ങളുണ്ട്. അതിന് അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? ഞാൻ അമ്മയോട് പലവട്ടം പറഞ്ഞു എൻ്റെ ദാമ്പത്യത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടരുതെന്ന്. അമ്മ ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അമ്മ നല്ല പ്രായത്തിൽ വിധവയായി പോയതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അമ്മ ഒരു മനോരോഗിയാണ്, നിങ്ങൾ മേലാൽ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ നിശബ്ദരായി, സ്തംഭിച്ചു പോയി എന്നാണ് പറയുന്നത്. നിനക്കെപ്പോഴെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ട്, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപഖ്യാതികൾ കേൾക്കുന്നു, നിനക്കൊരു സുഹൃത്തുള്ളതായിട്ട് പറയുന്നു, ആ സുഹൃത്തുണ്ട്, നിന്നെ പലയിടത്തും വെച്ച് കണ്ടതായിട്ട് പറയുന്നു അയാളോടൊപ്പം, കാണാറുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി അയാളോടൊപ്പം തോന്നുന്നു, എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഞാൻ അയാളോട് കിടപ്പറ പങ്കിടുന്നു. അമ്മയ്ക്ക് വല്ല നഷ്ടമുണ്ടോ? ഉത്തരങ്ങളില്ല. കാരണം കലിയുഗമാണ്, ആധുനിക സംസ്കാരമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശാന്തിയും ശരീരത്തിൻ്റെ ശാന്തിയും കൊടുക്കാൻ നിയമപ്രകാരം വിവാഹം കഴിച്ച മൂല്യങ്ങളുള്ള ദാമ്പത്യമാണെങ്കിൽ ഭർത്താവ് നിശബ്ദനായി പോവുകയോ, ഭാര്യയ്ക്ക് തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ മറ്റൊരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ തയ്യാറാണെങ്കിൽ അതാണ് ശരി എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് കടന്നു പോകുന്നു. നീ മദ്യം കഴിക്കുമോ? നീ ബിയർ കഴിക്കുമോ? ഞാൻ കഴിക്കും. നീ അയാളോടൊപ്പം യാത്ര ചെയ്യുമോ? പോകും. നിന്നെ കന്യാകുമാരിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്? ഉണ്ട്. നിശബ്ദരായി പോകുന്ന അച്ഛനമ്മമാരുടെ ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോവുകയാണ്. ഇതൊന്നല്ല, ഇതൊരുപാടുണ്ട്. എന്തായാലും ഈ സാംസ്കാരിക നായകൻ്റെ മുമ്പിൽ എത്തുവാണ്.
അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ അയാളോട് പോയി സംസാരിക്കാം, പക്ഷേ എനിക്ക് അയാളോടുള്ളതെല്ലാം അമ്മയോട് പറയാൻ എനിക്കൊരു മടിയുമില്ല, അയാളോട് പറയാനും എനിക്കൊരു മടിയുമില്ല. സ്ത്രീകൾ അങ്ങനെയാണ്, ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൈവിടും അല്ലേ. കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് എപ്പോഴാണ് കടിഞ്ഞാണില്ല, പിടിച്ചു കെട്ടാൻ ആരുമില്ല. രണ്ട്, അതിൻ്റെ മുഖം ഇങ്ങനെ ഇട്ടേക്കും, അതിൻ്റെ കണ്ണുകൾ ഒറ്റ ലക്ഷ്യമാണ്, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഈ സാംസ്കാരിക മൂല്യം. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ മകൾ സാംസ്കാരിക നായകനെ കാണുന്നു. സാംസ്കാരിക നായകൻ രണ്ട് കൈ നീട്ടി, വരൂ മകളെ, മകൾ വന്നോളൂ, എന്താണ് നിൻ്റെ പ്രശ്നം? അമ്മ വന്നിരുന്നു, നിന്നെ ഞാൻ ഇത്ര കാലം മുതൽ കാണുന്നതല്ലേ, നിനക്ക് നീ എൻ്റെ മകളെ പോലെയല്ലേ? ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ, കാരണം അവൾ വിവാഹം വേണ്ട എന്ന് പറയുന്നു. വേണ്ട, കാരണം ജീവിക്കേണ്ടത് അവളല്ലേ. അവൾ മറ്റൊരു പുരുഷനോട് എങ്ങനെ ജീവിക്കണമെന്ന് അവളാണല്ലോ ചിന്തിക്കേണ്ടത്. ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അപ്പോൾ അടിവരായിട്ട് നമുക്ക് വേറെ കാര്യം വേണം. ഞാനത് പറയുന്നില്ല. ഒരാൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തിനാണ് വന്നത്? ഇദ്ദേഹത്തെ കാണാൻ വന്നത്. അവിടെ ആ ഭാര്യ പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇയാളെ പുറകെ നടക്കാൻ? അതാണ് അവിടുത്തെ സ്ഥിതി. അങ്ങനെ രണ്ട് കാലും ഇല്ലാത്ത ഒരാൾ, രണ്ട് കാലിൽ മന്തുള്ള ഒരാൾ ഒരു കാൽ മന്തുള്ളവനെ ഏതോ ഒരു മന്ദൻ പോകുന്നു എന്ന് പറയുന്ന പോലെയുള്ള ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളകിപ്പോയ കഥ, അടിത്തറ ഇളകിപ്പോയ അനുഭവങ്ങൾ, പൊരുത്തമില്ലാത്ത ദാമ്പത്യത്തിൻ്റെ വിഷയങ്ങൾ, പൊരുത്തക്കേടുകൾ നിറഞ്ഞ ജീവിതങ്ങൾ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മന്ത്രങ്ങളില്ലാത്ത ലോകം, യാന്ത്രികമായി ഭക്ഷിച്ച് ജീവിച്ച് വിസർജിച്ചു പോകുന്ന ജന്മങ്ങൾ, ആർക്കോ വേണ്ടി ജനിച്ച് ആർക്കോ വേണ്ടി മരിച്ച് ഭൂമിയിൽ നിന്ന് വലഞ്ഞ് ഇല്ലാതായി പോകുന്നവർ. എന്താണ് ജീവിതമെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ ഉത്തരം എനിക്കില്ല. എന്തായാലും ഈ സാംസ്കാരിക നായകൻ ആ പെൺകുട്ടിയോട് വിവരങ്ങൾ സാന്ത്വനിപ്പിക്കുന്നു. ആ പെൺകുട്ടി മനസ്സ് തുറന്ന് കരയുന്നു. ഒരു ചെറുപ്പക്കാരനുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം മകളെപ്പോലെ തലയിൽ തലോടി ശാന്തമാക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കെട്ടുറങ്ങ്. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഭാരം മുഴുവൻ ഇവിടെ ഇറക്കി വെച്ചു. എൻ്റെ മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടുന്നു. എനിക്ക് ഈ ഭാരം, ഞാൻ എത്രയോ നാളായി ഒന്ന് കരഞ്ഞിട്ട് എൻ്റെ സംഘർഷങ്ങൾ ഒഴിയുന്നു. അപ്പോൾ ചോദിക്കുന്നു, ആ ചെറുപ്പക്കാരൻ ആരാണ്? അവൻ എൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്. ഈ പറയുന്ന ബന്ധമൊന്നും ഞാൻ അവനുമായിട്ടുമില്ല. പക്ഷേ അങ്ങൾ എൻ്റെ തലയിൽ സ്പർശിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ മനസ്സിൽ ഉറഞ്ഞു നിന്നിരുന്ന സംഘർഷങ്ങൾ അലിഞ്ഞില്ലാതായി. എൻ്റെ പിതാവും എൻ്റെ മാതാവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അവർ തമ്മിൽ ഭീകരമായി അടിപിടി ഉണ്ടാകുമ്പോൾ, അച്ഛൻ മദ്യപിക്കുമ്പോൾ, അമ്മ കുപ്പിയെടുത്ത് അച്ഛൻ്റെ തലയ്ക്കടിച്ച ഒരു രാത്രി, അച്ഛൻ ചോര ഒലിപ്പിച്ച് കിടക്കുമ്പോൾ ഞാൻ നിശബ്ദരായി നിന്നുപോയി. എൻ്റെ ബാല്യകൗമാരങ്ങൾ അതാണ്. അവിടെ നിന്ന് ഞാൻ വളർന്നതാണ്. എൻ്റെ മനസ്സന്ന അകപ്പെട്ടു പോയതാണ്. അച്ഛൻ മദ്യപിച്ച് മരിച്ചു. ഇഷ്ടം പോലെ പണമുണ്ട് ബാങ്കിൽ, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപിക്കില്ല, പരസ്ത്രീ ബന്ധമില്ല. പക്ഷേ ഒന്ന് സംസാരിക്കത്തില്ല, ഒന്ന് ചിരിക്കത്തില്ല. കുട്ടിയെ, എൻ്റെ ആകെയുള്ള മകനെക്കുറിച്ചൊന്നും അന്വേഷിക്കത്തില്ല. എനിക്കൊരസുഖം വന്നാൽ എന്താണെന്ന് ചോദിക്കത്തില്ല. എൻ്റെ ശവശരീരം കൊണ്ടുവന്നാൽ പോലും ആ മനുഷ്യൻ ഒരു തുള്ളി കണ്ണീർ പൊഴിക്കില്ല എന്ന് പറയുമ്പോൾ ഈ സാംസ്കാരിക നായകൻ ചേർത്ത് പിടിച്ച് തലോടി, മകളെ, നിനക്ക് ഞാനുണ്ട്. അപ്പൂപ്പൻ്റെ പ്രായമുണ്ട്. എന്തായാലും ആ അമ്മ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്താണ് പ്രശ്നം? ഈ സാംസ്കാരിക നായകനിൽ നിന്ന് മകളെ വേർപെടുത്തിയെടുക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി? എൻ്റെ മകൾ അയാളുടെ പിടിയിലാണ് സ്വാമി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ പിടിയിൽ നിന്ന് എൻ്റെ മകൾ പറയുന്നു, ആ ചെറുപ്പക്കാരാണെങ്കിൽ പോട്ടെ, എന്നെക്കാൾ മൂപ്പുള്ള. അപ്പം എവിടെയാണ് മനുഷ്യൻ? ആ തലമുടിയിൽ തലോടി തോളത്ത് പിടിച്ച് ചേർത്ത് പിടിച്ചു, നിനക്ക് ഞാനുണ്ട് മകളെ, നിനക്ക് നിൻ്റെ ഒരു പിതാവിനെ പോലെ നിനക്കെന്നെ സ്നേഹിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ചുമട് താങ്ങിയാണ് ഞാൻ. നിൻ്റെ എല്ലാ ദുഃഖങ്ങളും എന്നിലേക്ക് തന്നോളൂ, നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം. ആ അമ്മ പറയുന്നു. ആ അമ്മയുടെ പ്രായമാണ്. ഇവിടെ വിവാഹ ജീവിതത്തിൽ നിന്നും ഇവിടെ തളർന്നു പോകുന്ന ദാമ്പത്യ താളപ്പിഴകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഒരു അഭയകേന്ദ്രം കേടിപ്പോയ അദ്ദേഹത്തിൽ രക്ഷപ്പെടുത്താൻ ഉഗ്രപ്രത്യങ്കര ചെയ്താൽ മതിയാകുമോ? സ്വാമി ഒരു ഈർക്കിലെടുത്ത് രണ്ടായിട്ട് കീറിക്കളഞ്ഞാൽ ബന്ധം വേർപെട്ടു പോകുമെന്ന് ആരോണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു, ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം,
കാന്തല്ലൂർ ആശ്രമത്തിൽ വെച്ചൊരു ഉഗ്രപ്രത്യങ്കര പൂജ ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ആ വൃത്തികെട്ടവനിൽ നിന്ന് സമൂഹം അംഗീകരിക്കുന്ന, സമൂഹം ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ആ വൃത്തികെട്ടവനിൽ നിന്ന് എൻ്റെ മകളെ ഒന്ന് രക്ഷപ്പെടുത്തണം. അവൾ എന്ത് കണ്ടുകൊണ്ടാണ് അയാളോടൊപ്പം കറങ്ങി നടക്കുന്നതെന്ന് ഞാൻ കേൾക്കുന്ന വാർത്തകൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ മറ്റേ ചെറുപ്പക്കാരൻ, ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടു. അപ്പോഴാണ് അയാൾ പറയുന്നത്, ആ അമ്മയുടെ മകൾ നല്ല പെൺകുട്ടിയാണ്, അവളുടെ മനസ്സിൻ്റെ ശാന്തി, ഞാൻ അവരോട് എന്നെ മോശമായിട്ട് പെരുമാറിയില്ല, അവൾക്ക് ലുലു മാളിലും സിനിമാ തിയേറ്ററിലും പിന്നെ മ്യൂസിയത്തും ഒക്കെ കറങ്ങണം, സന്തോഷമായിട്ടിരിക്കണം, കുട്ടിയെയും കൊണ്ട് പോയിട്ട് ഐസ്ക്രീം മേടിച്ച് കൊടുക്കണം, നല്ല സിനിമകൾ കാണണം. അമ്മയുടെ മകൾ നല്ല പെണ്ണാണ്. പക്ഷേ ഇപ്പോൾ ആ സാംസ്കാരിക നായകൻ്റെ പിടിയിലാണ്. അത് രക്ഷപ്പെടുത്താൻ ഞാൻ പലവട്ടം അവളെ ഉപദേശിച്ചു, സ്വാമി, ഞാൻ അവളുമായിട്ട് ഇപ്പോൾ സൗഹൃദമില്ല, ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ കഴിയുന്ന? വല്ല മന്ത്രവാദികളോ സ്വാമിമാരെയോ കണ്ട് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അമ്മയുടെ മകളുടെ ജീവിതം വളരെ ദയനീയമായി തീരും എന്നോട് പറഞ്ഞു. എനിക്ക് മറ്റേ ആളെ അറിയാം, സ്നേഹമാണെന്ന് പറഞ്ഞ് സമൂഹത്തിലുള്ള പെൺകുട്ടികളുടെ വാട്സപ്പുകളിൽ നിന്നോട് എനിക്ക് സ്നേഹമാണോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ മറ്റവൻ്റെ കൂടെ പോയി കിടന്നോളൂ എന്ന് പറയുന്നവനെയും അറിയാം. അറിവുകളാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ലോകം പോകുന്ന വഴി, നമ്മുടെ ലോകത്തിൻ്റെ പോക്ക്. അപ്പോൾ എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതത്തിൽ മനുഷ്യൻ പരസ്പരം തിരിച്ചറിയാതെ ജീവിച്ചു പോകുന്ന ചില സത്യങ്ങൾ, മനുഷ്യൻ്റെ സന്തോഷം, മനസ്സിൻ്റെ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന ദാമ്പത്യങ്ങൾ, അല്ലേ, കടബാധ്യതകൾ, സംഘർഷങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ. ഭാര്യയുടെ മുഖത്ത് ഒരു കറുപ്പ് വന്നാൽ അവൾ ബാക്കിയൂടെ കറുത്തു പോട്ടെ എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാർ, അയാളുടെ മൂക്കിനകത്തൊരു രോഗം വന്നാൽ അതോടുകൂടി ഇവൻ തീർന്നു കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന ഭാര്യമാർ. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നതെല്ലാം തന്നെ എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വേതാളത്തിൻ്റെയും കഥയിൽ വിക്രമാദിത്യൻ മേളം, വേതാളത്തിൻ്റെയും കഥ, വേതാളം മരത്തിൽ നിന്നെടുത്ത് വിക്രമാദിത്യൻ തോളിലിട്ടുകൊണ്ട് നടക്കുമ്പം ഒരു കഥ പറയും, ഇതിന് മറുപടി നിനക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ എന്ന് പറയും. പക്ഷെ മറുപടി പറയും, എനിക്ക് മറുപടികൾ പറയാനില്ല. കാരണം ഇത്തരം കാര്യങ്ങളിൽ മറുപടികൾ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ത് മറുപടിയാണ് നമ്മൾ പറയേണ്ടത്? എന്ത് പരിഹാരകർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്ത് സത്യങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുന്നത്? മനുഷ്യൻ ജീവിക്കാതെ ഈ ഭൂമിയിൽ ഭക്ഷിച്ച് വിസർജിച്ച് യാന്ത്രികമായി ജീവിച്ച് രാത്രികളും പകലുകളും ഒക്കെ കിടന്നുറങ്ങി ഒരു നല്ല വസ്ത്രത്തിൻ്റെയും സ്വന്തം ശരീരത്തിൻ്റെ സൗന്ദര്യം പോലും ആസ്വദിക്കാൻ കഴിയാതെ യാന്ത്രികമായി ജീവിച്ച മനുഷ്യരുടെ മുമ്പിൽ ഒരു ചോദ്യവും ചോദിക്കാൻ കഴിയാതെ, ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയാതെ നമ്മൾ നിശബ്ദരായി പോകുന്ന ആയിരം ആൾക്കൂട്ടങ്ങൾക്കൂടെ, അല്ലേ, ഒരുപാട് ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ പലതും കണ്ടിട്ടും കാണാൻ അതിനും ആ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ നിശബ്ദനായി നടന്നു പോകാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതം. ഇത്തരത്തിലുള്ള കഥകൾ, ഇത്തരത്തിലുള്ള അനുഭവങ്ങളുമായിട്ട് വരാതിരിക്കാൻ ശ്രമിക്കാം, പക്ഷേ കഴിയുന്നില്ല. കാണാം. ഇനിയും അടുത്ത ഒരു അനുഭവ കഥകളുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.